ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ട്വിങ്കിങ് സ്റ്റാർസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ഞങ്ങളുടെ വീട്ടിൻ്റെ ടെറസിലാണ്. ഞങ്ങളുടെ ടാങ്കി ഒന്ന് നോക്കാനാണ് ഞങ്ങൾ വന്നത് ഇവിടെ. ഇതാണ് ഞങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ കളിക്കാൻ കുറേ കുട്ടികളൊക്കെ വരും. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ടാങ്കി എന്ന് പറയുന്നത്. ആകെ പൊട്ടി നാശമായി ഉണ്ടായിരുന്നു. പിന്നെ ഇന്ന് ഞങ്ങളുടെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ ആദ്യമായി വീഡിയോ എടുക്കാൻ പോയത്. നല്ല അടിപൊളി പ്ലേസാണ്. ചെറിയ തോടുകളും വെള്ളങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ഫോട്ടോ എടുത്തത് അത്ര ഇഷ്ടപ്പെട്ടില്ലാത്തത് കൊണ്ട് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ അടുത്തതായി പോയത് ഒരു കാട്ടിലേക്കാണ്. ഞങ്ങളുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഒരു വൈറ്റ് ബാഗി ജീൻസും പിന്നെ ബ്ലാക്കും ഗ്രേ ഒക്കെ കളർ മിക്സ് ആയ ഒരു ബനിയനും കൂടിയാണ് ഞങ്ങൾ ഇട്ടത്. പിന്നെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലുള്ള ടെൻഡർ കോക്കനട്ട് കേക്കാണ് ഞങ്ങൾ വാങ്ങിയത്. അത് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഫേമസ് ബേക്കിൽ നിന്നാണ് വാങ്ങിയത്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ രാത്രി ആവുമ്പോഴേക്കും പോയത് തളങ്കരയിലുള്ള സീ കബാബ് എന്നൊരു ഷോപ്പിലേക്കാണ്. പോകുമ്പോഴേക്കും വലിയ തിരക്കൊന്നും ഉണ്ടായില്ലെങ്കിലും പിന്നെ നല്ല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടുത്തെ കബാബ് നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഫുൾ പ്ലാറ്റർ ആയിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ കോക്ടെയിലും കുടിച്ചു. പ്ലാറ്ററിലൊരു കോംബോ ആയിരുന്നു ഞങ്ങൾ വാങ്ങിയത്. പിന്നെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും നല്ല മഴയായിരുന്നു. ഈ കാണുന്നതാണ് അവിടുത്തെ മെനു കാർഡ്. കുറേ അധികം സ്പെഷ്യൽ കബാബും ടിക്കയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് തെരുത്തിലുള്ള ഗോൾഡൻ ബേക്കറിയിലാണ്. ഇവിടെ പല വെറൈറ്റിയിലുള്ള മിഠായികളും സ്നാക്സും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് മിഠായികളും സ്നാക്സൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. പിന്നെ ഡയറി മിൽക്ക് സിൽക്കൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡയറി മിൽക്ക് സിൽക്കൊക്കെ എടുത്തു. പിന്നെ അവിടെ പല വെറൈറ്റിയിലുള്ള ചൂയി ക്യാൻഡീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും അവിടെ നിന്ന് ഒരു ബർഗർ ടൈപ്പിലുള്ള ഒരു ചൂയി ക്യാൻഡി ഞങ്ങൾ വാങ്ങി. ഒരു റബ്ബർ പോലെയാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫാത്തിമക്ക് അതിൻ്റെ കവർ പോലും പെട്ടെന്നൊന്നും തുറക്കാനേ പറ്റിയില്ല. നല്ല സ്ട്രോങ് കവറായിരുന്നു. നല്ല പാക്കിംഗ് ക്വാളിറ്റിയും ആയിരുന്നു. അവസാനം അതിനെ പൊട്ടിച്ചു തിന്നു. ഇതാണ് അതിൻ്റെ യഥാർത്ഥ ലുക്ക്. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ
അപ്പോൾ ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും. ഈ ചാനൽ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.